ജൈവ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമേരിക്കയിലേക്ക് ഫംഗസ് കടത്താൻ ശ്രമിച്ചതിന് ചൈനീസ് യുവതി അറസ്റ്റിലായി. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ അമേരിക്കയിൽ ഗവേഷണത്തിനായി എത്തിയ യുവതിയാണ് അറസ്റ്റിലായത്. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. ജൈവ ഭീകരപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അമേരിക്കയിലേക്ക് ഡിട്രോയിറ്റ് വിമാനത്താവളം വഴി മാരകമായ ഫ്യൂസേറിയം ഗ്രാമിനാരത്തിൻ്റെ സാമ്പിളുകൾ കടത്തുവാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ചൈനീസ് യുവതിയും കാമുകനെയും പ്രതികളാക്കിയാണ് FBI കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ജിയാൻ യൂൻ കിങ്, അതുപോലെ ലിയു സുൻയോങ് എന്നിവർക്കെതിരെ തെറ്റായ വിവരങ്ങൾ നൽകിയതിനും അതുപോലെ വിസ തട്ടിപ്പ് നടത്തിയതിനും ക്രിമിനൽ കേസ് ചുമത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ പഠനങ്ങളിൽ ആഗ്രോ ടെററിസം വെപ്പൺ എന്ന് തരംതിരിച്ചിരിക്കുന്ന ഫ്യൂസേറിയം ഗ്രാമിനാരം എന്ന ഫംഗസുമായി ലിയു സുൻയാങ്ങിനെ കഴിഞ്ഞ ജൂലൈയിലാണ് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളോടൊപ്പം പിടിച്ചത്. തുടർന്ന് പ്രവേശനം നിഷേധിക്കുകയും തിരികെ ചൈനയിലേക്ക് മടക്കി അയക്കുകയുമായിരുന്നു. പിന്നീട് FBI നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഫ്യൂസേറിയം ഗ്രാമിനേറിയം എന്ന ഫംഗസ് ആയിരുന്നു ഈ അമേരിക്കയിലേക്ക് കടത്തുവാൻ ശ്രമിച്ചതെന്നറിഞ്ഞത്. ഗോതമ്പിലും അരിയിലും ബാർലിയിലും ഒക്കെ കണ്ടുവരുന്ന ഹെഡ് ബ്ലൈറ്റ് എന്ന ഗുരുതര രോഗം മനുഷ്യർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ലിയുവിൻ്റെ കാമുകി ജിയാൻ ആദ്യം കള്ളം പറഞ്ഞെങ്കിലും പിന്നീട് കുറ്റം സമ്മതിക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് നീങ്ങിയതായും FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു. ഏപ്രിൽ 2024 വരെ മിഷിഗൻ സർവകലാശാലയിലെ റിസർച്ച് പഠനത്തിന് ശേഷമാണ് ലിയു ചൈനയിലേക്ക് മടങ്ങിയത്. ഇരുവരുടെയും പഠനത്തിനായിട്ടുള്ള ചെലവുകൾ മുഴുവൻ ചൈനീസ് ഗവൺമെൻറ്റാണ് വഹിച്ചതെന്നും FBI കുറ്റപത്രത്തിൽ പറയുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. എന്തായാലും ഈ രോഗാണുക്കളെ കയറ്റിവിടുന്നതും ലാബിൽ രോഗാണുവിനെ വളർത്തുന്നതും ഒക്കെ തന്നെ ആധുനിക യുദ്ധതന്ത്രങ്ങളായി മാറിയിട്ടുണ്ട്. ബയോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്നത് ഇപ്പം അത്ര സാധാരണമായ കാര്യമല്ല. ഈ അമേരിക്കയിൽ ചൈന വിറ്റഴിക്കുന്ന സാധനങ്ങളിലെല്ലാം ഈ ചാര യന്ത്രങ്ങൾ എന്തെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഈ സായിപ്പന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കാം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ ബയോളജിക്കൽ വാർഫെയറിൻ്റെ ഭാഗമായിട്ട് ഈ രോഗാണുക്കളെയും ഫംഗസിനെയും ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന വൈറസുകളെയൊക്കെ കടത്തിക്കൊണ്ടുപോയി അമേരിക്കയിൽ നിക്ഷേപിക്കുക എന്നത് കേൾക്കുമ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. മനുഷ്യരാശി എത്രമാത്രം അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. ജയിച്ച് കയറാൻ വേണ്ടി മനുഷ്യരാശിയെ കൊന്നൊടുക്കുന്ന യുദ്ധപ്രവണതകൾ.